രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കാം. എൻ്റെ നല്ല ഈശോയെ, ഇന്ന് ഈ ദിനം കാണുവാനായി ഞങ്ങൾക്ക് സാധിച്ചതിനെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് തീനാളത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളിലേക്കും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോയിൽ പ്രിയ മക്കളെ, പഠിച്ചോ നിങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാവോ? എന്താ പറഞ്ഞത്? ജോഹാൻ പറഞ്ഞേ, ഉറക്കെ പറ, എല്ലാവരും കേൾക്കട്ടെ. എന്താണ് പറഞ്ഞത്? പെന്തക്കോസ്താ ദിനത്തിലെ പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരിൽ ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവർ ധൈര്യമുള്ളവരായി തീർന്നെന്ന് അല്ലേ? ജോഹാൻ എന്ത് രസമായിട്ടാ പറഞ്ഞേ. ജോഹാന് കുറച്ച് പേടിയുള്ള കുട്ടിയായിരുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എന്ത് മിടുക്കനായിട്ടാ എഴുന്നേറ്റ് ആൻസർ പറഞ്ഞതല്ലേ? നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട്? നിങ്ങളുടെ മുഖത്തെല്ലാം കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ സന്തോഷം. മിടുക്കരാണ് നിങ്ങൾ എല്ലാവരും. എന്നും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്. നമ്മുടെ പത്രോസ്ലീഹ അവിടെ കൂടിയ ജനങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു. നിങ്ങൾ പീഡിപ്പിച്ച യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ദൈവം ഈശോയെ കർത്താവും രക്ഷകനും എന്ന് ആക്കി മാറ്റിയെന്നാ പറയുന്നത്. ഇത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന ജനങ്ങൾക്കെല്ലാം വിഷമമായി. തങ്ങളാണല്ലോ യേശുവിനെ ക്രൂശിക്കാൻ കാരണമായത്. അതുകൊണ്ട് അവർ ദുഃഖിതരായി. അവർ ചോദിച്ചു, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞേ, നിങ്ങൾ മാനസാന്തരപ്പെടുകയും പശ്ചാത്തപിക്കുവിൻ, എന്നിട്ട് സ്നാനം സ്വീകരിക്കുവിൻ എന്ന് പറയും. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു 3000-ഓളം പേര് സ്നാനം സ്വീകരിച്ച് യേശുവിനോട് കൂടെ ചേർന്നു. ഒന്ന് നോക്കിയേ, അപ്പസ്തോലന്മാരുടെ വാക്കുകളിൽ നിന്ന് അവർക്കുണ്ടായ ഒരു പ്രചോദനമാണ്. അവർക്ക് പ്രചോദനം ഉണ്ടാകണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നിട്ടുണ്ടാകും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാർ മറ്റു ദേശങ്ങളിലേക്ക് പോയി. അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല. അവിടെ അവർക്ക് അറിവില്ലായ്മയുണ്ടെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അവരിൽ ധൈര്യം ഉണ്ടായപ്പോൾ അവർ എവിടെ പോകാനും തയ്യാറായി. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരാളുണ്ട്. ആരാണെന്നറിയാവോ? നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഒരാൾ പറഞ്ഞു, ആരാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്, നമ്മുടെ ഭാരതത്തിലേക്ക് വന്നത്? അതെ, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമാശ്ലീഹ. നമുക്ക് തോമാശ്ലീഹയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം അല്ലേ? എന്താ? യേശു മരിച്ചതിന് ശേഷം ശ്ലീഹന്മാര് ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് വന്നു ഈശോ. ആ സമയത്ത് തോമാശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. തോമാശ്ലീഹ പുറത്ത് പോയി കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഈശോയെ കണ്ടു, ഈശോ ഇവിടെ വന്നിരുന്നു. അപ്പൊ തോമാശ്ലീഹ പറഞ്ഞെന്താ? ഞാൻ കണ്ടാലേ വിശ്വസിക്കുള്ളൂ, ആ മുറിവിലെ ആണിപ്പഴുതിലൊന്ന് തൊട്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? എന്ത് സംഭവിച്ചു? 8-ാം ദിവസം ഈശോ വീണ്ടും അവരുടെ ഇടയിലേക്ക് വന്നു. അവിടെ തോമാശ്ലീഹ ഉണ്ടായിരുന്നു. ഈശോ പറഞ്ഞു, തോമാസേ, നീ ഇങ്ങോട്ട് വന്നേ, എൻ്റെ ഈ കയ്യിലൊന്ന് തൊട്ടേ നീ. തോമാശ്ലീഹയ്ക്ക് നാണക്കേടായി. തോമാശ്ലീഹ പറയും, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സന്തോഷം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സന്തോഷം, പിന്നെ നാണക്കേട്. അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ തൊട്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന്. ഈശോ അത് തന്നെ പറഞ്ഞു. ആ തോമാശ്ലീഹയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നേ. എവിടെയാണ് വന്നിറങ്ങിയത്? മുസിരിസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂര്. ഏത് വർഷമാണ് വന്നത്? ആർക്കറിയാം? അതെ, AD 52. AD 52 നമ്മുടെ ഭാരത മണ്ണില്, നമ്മുടെ നാട്ടില് കൊടുങ്ങല്ലൂരാണ് തോമാശ്ലീഹ വന്നത്. നവംബർ 21-ാം തീയതിയാണ് നമ്മൾ മാർത്തോമാശ്ലീഹയുടെ ഭാരത പ്രവേശനമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത് എല്ലാ വർഷവും നവംബർ 21. തോമാശ്ലീഹ ഇവിടെ വന്ന് 7 പള്ളികൾ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഒന്ന് പറഞ്ഞേ സയന, ഒന്ന് പറഞ്ഞേ 7 പള്ളികൾ ഏതെല്ലാമാണെന്ന്. നിരണം, കൊല്ലം, നിലയ്ക്കൽ, കോക്കമംഗലം, കോട്ടക്കാവ്,
കൊടുങ്ങല്ലൂർ, പാലയൂർ, അങ്ങനെ 7 പള്ളികൾ സ്ഥാപിച്ചു. പിന്നെ ഒരു അരപ്പള്ളിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? തിരുവിതാംകൂട്, അവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. അതിന് അരപ്പള്ളി എന്നാ പറയുക. അങ്ങനെ 7 പള്ളികൾ സ്ഥാപിച്ചു തോമാസ് ലീഹ. അദ്ദേഹം ഭാരതമൊട്ടുക്ക് അദ്ദേഹത്തിന് പറ്റാവുന്നിടത്തെല്ലാം നടന്ന് സാധിക്കുന്നിടത്തെല്ലാം പോയി ഈശോയെ പ്രസംഗിച്ചു. പലയിടത്തു നിന്നും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും തോമാസ് ലീഹയ്ക്ക് പറ്റുന്ന വിധത്തിൽ ഈശോയെ പ്രസംഗിച്ചു. നമ്മൾ കൊച്ചു കുട്ടികളാണല്ലേ, നമുക്കിങ്ങനെ ഓടി നടന്ന് അവിടെ പോയി ബസ് കയറി അല്ലെങ്കിൽ ട്രെയിന് പോയി ഫ്ലൈറ്റിന് പോയി ഈശോയെ പ്രസംഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാലോ. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കാറ്റഗറീസ് അല്ല ടൈം ഉദ്ദേശിച്ചേ, നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കൂളുകളിൽ നമുക്ക് ചുറ്റുമുള്ള കുട്ടികളോട് നമുക്ക് സംസാരിച്ചോടെ ഈശോയെ കുറിച്ച്, ഈശോയെ പറഞ്ഞു കൊടുത്തോടെ, നമ്മുടെ ഈശോ ആരാണെന്ന് പറഞ്ഞു കൊടുത്തോടെ. ഈ തോമാസ് ലീഹ ചെയ്തതുപോലെ തന്നെ നമുക്കും നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരോടെല്ലാം നമുക്ക് ഈശോയെ കുറിച്ച് പറയാൻ പറ്റും. ഇനി പറയാൻ സാധിച്ചില്ലെങ്കിലോ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ നല്ല പ്രവൃത്തികൾ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം, അവൻ ഈശോയുടെ കുഞ്ഞാ, കണ്ടില്ലേ. അത് മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാൻ സാധിക്കും. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊച്ചു കുട്ടികളാണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ നമ്മളിൽ നിന്ന് എന്താണോ വരുന്നത്, നല്ലതാണോ വരുന്നത്, അപ്പോൾ നല്ലതെന്ന് പറയും അല്ലേ. മോശമായെന്ന് പറഞ്ഞാൽ അത് മോശം. അപ്പം നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ ഈശോയുടെ മക്കളാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയും. നമ്മുടെ മുഖത്തെ പ്രകാശം ഈശോയിൽ നിറഞ്ഞവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാണെങ്കിൽ നമ്മുടെ മുഖത്തൊരു തേജസ് കാണും. ശ്ലീഹന്മാരെ പോലെ തന്നെ നമുക്ക് കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും ഈശോയെ പ്രഘോഷിക്കാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ക്ലാസ്സിലായാലും അടികൂടുക അല്ലെങ്കിൽ സംസാരിക്കുക, അധ്യാപകർക്ക് ദേഷ്യം വരുത്തുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിച്ചും ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, ഇതെല്ലാം ഒഴിവാക്കുക. നല്ല കുട്ടികളുടെ ലക്ഷണം അതൊക്കെ. അങ്ങനെയും നമ്മൾ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് മറ്റുള്ളവർക്ക്. തോമാസ് ലീഹ ഒരു പരിചയമില്ലാത്ത നാട്ടിലേക്കാണ് വന്നേ, ഭാരതത്തിലേക്ക്. ഇവിടെ തോമാസ് ലീഹ ആദ്യമായിട്ടാണ് വരുന്നത്. നാട്, ഭാഷ ഇതൊന്നും അറിയില്ല തോമാസ് ലീഹയ്ക്ക്. അപ്പോൾ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരിക്കും തോമാസ് ലീഹയ്ക്ക് അല്ലേ. ഇവിടെ വന്ന് ക്രിസ്തു മതം പ്രചരിപ്പിക്കുക, അങ്ങനെയാകുമ്പോൾ മറ്റു മതക്കാർക്ക് അതൊരു ഇഷ്ടക്കേട് വരിക. ഇതൊക്കെ കാണുമ്പോൾ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കുക? ആളെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത വരും മറ്റുള്ളവർക്ക്. ഇത് തന്നെ സംഭവിച്ചു. AD 72 മൈലാപ്പൂർ വെച്ച് ശത്രുക്കൾ കുന്തമില്ലേ, അതുകൊണ്ട് അങ്ങ് കുത്തി തോമാസ് ലീഹ മരിച്ചു. അങ്ങനെ രക്തസാക്ഷിത്വം മരിച്ചു എന്നാ പറയുന്നത്. അവിടെ പെരുമലയിൽ തോമാസ് ലീഹയെ അടക്കം ചെയ്തു. പിന്നീട് 400-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി. അതാണ് ചരിത്രം പറയുന്നത്, തോമാസ് ലീഹയുടെ ശരീരം ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ഈശോയെ പ്രഘോഷിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? പല വിഷമങ്ങളും ഉണ്ടാകും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ ഈ തോമാസ് ലീഹയുടെ 19ാം ചരമ ശതാബ്ദി ആഘോഷിച്ച സമയത്തുണ്ടല്ലോ, 6-ാം പൗലോസ് മാർപ്പാപ്പ തോമാസ് ലീഹയെ ഭാരത ശ്ലീഹയായിട്ട് പ്രഖ്യാപിച്ചു. ഒന്ന് നോക്കി, നമ്മുടെ ഭാരതത്തിൻ്റെ ശ്ലീഹയായിട്ട് തോമാസ് ലീഹയെ പ്രഖ്യാപിച്ചു. എവിടെയോ കിടന്ന ഒരു ശ്ലീഹ, 12 ശിഷ്യന്മാരിൽ ഒരാൾ. എന്നിട്ട് പോലും ഇവിടെ വന്ന് നമ്മുടെ ഭാരതത്തിൽ വന്ന് ഈശോയെ പ്രഘോഷിച്ചപ്പോൾ നമ്മുടെ സ്വന്തമായി തീർന്നു തോമാസ് ലീഹ. എന്തൊരു അത്ഭുതമാണല്ലേ. എങ്ങനെ തോമാസ് ലീഹയ്ക്ക് ഇവിടേക്ക് വരാം? ഇപ്പോൾ ഞാൻ വീണ്ടും അത് തന്നെ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവാലാണ് തോമാസ് ലീഹയ്ക്ക് ഇവിടെ വരാൻ സാധിച്ചത്. ആ പരിശുദ്ധാത്മാവിനെയാണ് നമുക്കും വേണ്ടത്. പെന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞ് ഒരു 7 ആഴ്ച കഴിയുമ്പോൾ പിന്നെ നമ്മൾ കൈത്താക്കാലത്തിലേക്കാണ് കിടക്കുന്നത്. എന്താ ഈ കൈത്താക്കാലത്തിൻ്റെ പ്രത്യേകത? ഈ കൈത്താക്കാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ആരെയാണ് ഓർക്കുന്നത്? ഈ 12 ശ്ലീഹന്മാരെയാണ്. അവരുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ കൈത്താക്കാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച. എന്തിനാണ് നമ്മൾ അവരെ ഓർക്കുന്നത്? അവർ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. അവരാണ് സഭയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയത്. അതിൻ്റെ ഓർമ്മ തിരുനാളായിട്ട് നമ്മൾ ശ്ലീഹന്മാരുടെ തിരുനാളായിട്ട് കൈത്താക്കാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ അവരെ ഓർക്കുന്നു. ഈ സഭയുടെ വളർച്ചയിൽ പല വിശുദ്ധരും രക്തസാക്ഷികളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു വിശുദ്ധൻ്റെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റും? മറിയം ത്രേസ്യ, മദർ തെരേസ, വിശുദ്ധ അൽഫോൻസ. എല്ലാവർക്കും അറിയാലേ.
നല്ല കുട്ടികളാട്ടോ. അപ്പം നമ്മളെന്താ വേണ്ടേ? അതുപോലെ തന്നെ നമ്മളും വിശുദ്ധിയിൽ ജീവിക്കണം. ഇന്ന് സഭ തഴച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനമിട്ടത് നമ്മുടെ ശ്ലീഹന്മാരാണ്. അതിൻ്റെ ഫലം, അതായത് കൈത്ത എന്ന് പറഞ്ഞാല് വേനൽക്കാലം, ഫലാഗമം, അതായത് ഫലം നൽകി സഭയെ തഴച്ചു വളരാനായിട്ട് അവർ സഹായിച്ചു. അതുകൊണ്ടാണ് കൈത്ത എന്ന സുറിയാനി വേർഡ് ഉപയോഗിക്കുന്നത്. ഫലാഗമം അല്ലെങ്കിൽ വേനൽക്കാലം ആകുമ്പോഴാണ് അല്ലേ നമുക്ക് ഫലമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതാണ് ആ കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം നമുക്കെല്ലാവർക്കും സഭയെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ശ്ലീഹന്മാർ ചെയ്തല്ലോ, ഇനി അങ്ങ് കഴിഞ്ഞു പൊക്കോളും? ഇല്ല, ഒരിക്കലുമില്ല. ഇന്ന് സഭ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധരുണ്ടായതുകൊണ്ടാണ്, രക്തസാക്ഷികൾ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും എന്നും ഇനിയും തുടർന്നും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ മുഖത്തൊക്കെ എന്തൊരു പ്രകാശമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. നല്ല കുട്ടികളാണ് നിങ്ങൾക്ക് ഒരു പ്രവർത്തനം ഞാൻ പറയട്ടെ, ഒരു ആക്ടിവിറ്റി പറയട്ടെ. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ആക്ടിവിറ്റി എല്ലാവരും ഒന്ന് കാണിച്ചു. എല്ലാവരും ഒന്ന് ആ ബുക്ക് ഒന്ന് പൊക്കി കാണിച്ചേ, ഞാൻ ഒന്ന് കാണട്ടെ. ഓ, എന്ത് രസമായിട്ടാണ് കളർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നന്നായി വരയ്ക്കുമല്ലോ അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ ഒരു പ്രവർത്തനം പറയാം. ഒരു നിസ്സാരമായിട്ടൊരു കാര്യം, ഒരു കൊച്ചു പള്ളിയുടെ രൂപത്തിൽ. ഞാൻ പറഞ്ഞു, മാർത്തോമാ ശ്ലീഹ ഒരു എഞ്ചിനീയർ ഒന്നും ആയിരുന്നില്ല എല്ലാ സ്ഥലത്തും പോയി പള്ളി പണിയാനായിട്ട്. അതൊരു പരമ്പരാഗതമായൊരു വിശ്വാസമാണ്. പക്ഷേ ഈ 7 സ്ഥലങ്ങളിലും തോമാസ് ശ്ലീഹ എന്ത് ചെയ്തു? സഭ സ്ഥാപിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നമ്മുടെ നോട്ട്ബുക്കിൽ ഒരു 7 കൊച്ചു പള്ളികൾ പണിത് വരച്ചിട്ട് അതിൽ 7 പള്ളിയുടെ പേരൊന്ന് എഴുതി വെച്ച് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൊണ്ടുവരില്ലേ എല്ലാവരും? ഞാൻ ചോദിക്കൂട്ടോ. എല്ലാവരും ഇന്ന് ചെയ്ത പോലെ തന്നെ അടുത്ത ക്ലാസ്സിലും ഇത് ചെയ്യും. നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പഠിച്ച് നല്ല കുട്ടികളായിട്ട് വരണം. ഇന്ന് കാണുന്ന ഈ മുഖത്തോടു കൂടി തന്നെ വേണം അടുത്ത ക്ലാസ്സിലിരിക്കാൻ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കണം ഇരിക്കാൻ. എന്നും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല ഈശോയെ, അങ്ങയെ ശ്രവിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.